ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ. എനിക്കായി മാത്രം. ഇതൊരു ലെസ്ബിയൻ ലവാണ്. രണ്ട് പെൺകുട്ടികളുടെ പ്രണയം പറയുന്ന ഒരു കഥയാണ്. ഇത് ആക്ച്വലി ഞാൻ പ്രതിലിപിയിൽ ഓൾറെഡി എഴുതി അത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത സ്റ്റോറിയാണ്. നിങ്ങൾക്ക് അതിൽ വായിക്കാം. അതല്ല നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മുടെ ചാനലിൽ വരാം. അപ്പൊ തുടങ്ങിയാലോ. തന്നെ വരിഞ്ഞു മുറുകുന്ന കൈകളിൽ നിന്നും മോചിതയാകാൻ കഴിയാതെ ശിഖ കുതറാൻ തുടങ്ങി. അവന്റെ കൈകൾ സ്ഥാനം തെറ്റി ഓടുന്നതറിഞ്ഞതവൾ അലർച്ചയോടെ അവനെ തള്ളി മാറ്റി എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ചു ബെഡിലേക്കിട്ട് അലറി. എന്താണ് നീ എന്നെ പറ്റി കരുതിയത്? എന്താണെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാടി. അവന്റെ വാക്കുകൾ കേട്ട് ശിഖ ഞെട്ടി അവനെ നോക്കി. അവൻ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചെടുത്തു. ഓടാൻ ശ്രമിച്ച ശിഖയെ ബലമായി അവളുടെ ശരീരത്തിൽ അവശേഷിച്ച അവസാന വസ്ത്രവും മൂരിയെടുത്തതിനു ശേഷം നഗ്നമായി അവളുടെ ശരീരം അവൻ ബെഡിലേക്കിട്ടു. ഒപ്പം നാവ് നനച്ച് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. പെട്ടെന്ന് ശിഖ ഞെട്ടി എഴുന്നേറ്റു. താൻ കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് അപ്പോഴും കഴിഞ്ഞില്ല. പേടിയോടെ അവൾ ചുറ്റും നോക്കി. താൻ തന്റെ റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വിറയലോടെ നെഞ്ചിലേക്ക് കൈവച്ച് തന്റെ കിതപ്പടക്കി. എന്നാ മോളെ, എന്തു പറ്റി? കയ്യിൽ ഒരു ചട്ടുകവുമായി ശ്രീലത റൂമിലേക്ക് കയറി വന്നു. ഒന്നുമില്ലമ്മ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ശ്രീലത അവളുടെ അടുത്തിരുന്നിട്ട് അവളെ നോക്കി. വിയർത്ത് വിളറിയിരിക്കുന്ന അവളെ കണ്ട്, വല്ല പേടി സ്വപ്നമാണോ മോളെ? ഇതെന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നത്? അവർ വേവലാതിയോട് ചോദിച്ചു. അതെ അമ്മേ. മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് നാമം ജപിക്കണമെന്ന്. ഇന്നാണെങ്കിൽ മോൾക്ക് ജോലിക്ക് പോകുന്ന ദിവസമല്ലേ, എന്നിട്ട് അന്ന് തന്നെ ഇങ്ങനെ ഒരു സ്വപ്നം. ഈ ജോലി വേണ്ട മോളെ, അഭിശകുനമാണ്. അയ്യോ അമ്മേ, കാല് പിടിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്, കുളമാക്കരുത്, അവൾ കൊഞ്ചലോടെ പറഞ്ഞു. മകളുടെ സംസാരം കേട്ട് ചിരിയോടെ അവരെ നോക്കിയിട്ട്, കുറുമ്പി ചെല, റെഡിയായിട്ട് വാ, അച്ഛൻ കാത്തിരിക്കുന്നു. അവളുടെ കവളിൽ തലോടി അവർ അടുക്കളയിലേക്ക് പോയി. ശിഖ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. എന്നിട്ട് റെഡിയാക്കാനും പോയി. നമ്മുടെ കഥയിലെ ഒരു നായികയാണ് ശിഖ നാരായൺ. തിരുവനന്തപുരമാണ് നാട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് അവർ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. നാരായണൻ നമ്പ്യാരുടെ ശ്രീലതയുടെ 3 മക്കളിൽ ഇളയവർ. മൂത്തത് ശ്യാം നമ്പ്യാർ, എഞ്ചിനീയർ ആണ്. രണ്ടാമത്തത് ശാലിക് നമ്പ്യാർ, കക്ഷി ഡോക്ടറാണ്. ഇവരുടെ എല്ലാം ചെല്ലക്കുട്ടിയാണ് നമ്മുടെ ശിഖ. അങ്ങനെ അവൾ റെഡിയായി കണ്ണാടിയിൽ സ്വയം നോക്കി. എന്നിട്ട് ഒന്ന് സ്വയം വിലയിരുത്തി. ശേഷം അവൾ പുറത്തേക്ക് വന്ന് എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചിറങ്ങി. ട്രെയിനിങ് പൂർത്തിയാക്കി ആദ്യമായി ഒരു ജോലിക്ക് പോവുകയാണ്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അവൾക്കുണ്ടായിരുന്നു. ആക്റ്റീവ് കമ്പനിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഒതുക്കിയതിനു ശേഷം കാറ്റിൽ പറന്ന് തന്റെ മുടിയിഴകളെല്ലാം ശരിയാക്കി റിസപ്ഷനിലേക്ക് ചെന്നു. ബി കമ്പനിയിൽ കൊച്ചിയിലെ തന്നെ ബെസ്റ്റ് ഫാഷൻ ഡിസൈനർ കമ്പനിയാണിത്. മിക്ക മൂവി, സീരിയൽ, ആക്ട്രസ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആണ്. എല്ലാ വർഷവും ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫാഷൻ ഷോ നടത്താറുണ്ട് ബി കമ്പനി. ഈ കമ്പനിയിൽ തന്നെ ആദ്യത്തെ പോസ്റ്റ് കിട്ടിയതിൽ അവൾ വളരെ ഹാപ്പിയായിരുന്നു. ട്രെയിനി ആയിട്ടായിരുന്നെങ്കിലും ഈ കമ്പനിയിൽ തന്നെ തനിക്ക് സ്ഥിര ജോലി അവൾ സ്വന്തമാക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ കമ്പനിയുടെ ഹെഡ് അവളെ കണ്ട് അവൾക്ക് ജോലിയിൽ കയറാനുള്ള പെർമിഷൻ നൽകി. ട്രെയിനിങ് സെക്ഷനിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അവിടെ ഡിസൈൻ സെക്ഷനിൽ കണ്ടപ്പോഴെല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. വെഡിങ് ഗൗൺ സെക്ഷൻ എല്ലാം വിസ്മയപൂർവമായിരുന്നു. ആദ്യത്തെ ദിവസം എല്ലാം കണ്ടു കാര്യങ്ങളെല്ലാം അവൾ നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. 3 മാസങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് മുന്നിൽ കടന്നുപോയി. ജോലി പെർമനന്റ് ആകാൻ ഈ 3 മാസം കഴിയണം. ശിഖ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ആ കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ഉണ്ട് താനും. അതുപോലെ ഇതുവരെ അവൾ കമ്പനിയുടെ MD കണ്ടിട്ടുമില്ല. ഇന്നാണ് താൻ അവരെ കാണുന്നത്. അതിൻ്റെതായ എല്ലാ ടെൻഷനും അവൾക്കുള്ളിലുണ്ട്. തനിക്ക് ഈ ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ വാഷ്റൂമിൽ പോയി ഡ്രസ്സ് ശരിയാക്കിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കി നിന്നു. ദൈവമേ, ഈ ജോലി എനിക്ക് തരണമേ. MDക്ക് എന്നെ ഇഷ്ടമാകണമേ. ശിഖയുടെ സ്വപ്നം നടക്കുമോ? ഈ കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കേട്ടാലോ. തുടരുന്നു.